പ്രിയമുള്ളവരെ, വചനജ്വാല 998 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 25 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് മെയ് മാസ വണക്കം 25 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ വേദപാരംഗതനായ വിശുദ്ധ ബീഡിനെയും വിശുദ്ധ ഗ്രിഗറി ഏഴാമൻ മാർപ്പാപ്പയെയും കന്യകയായ വിശുദ്ധ മേരി മഗ്ദലേൻ ദെപ്പാസിയായെയും അനുസ്മരിക്കുന്ന ദിവസമാണ്. 735 സ്വർഗാരോഹണ തിരുനാൾ ദിനം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അന്തർദാനം ചെയ്ത ആംഗ്ലോ സാക്സൺ ചിത്രകാരനാണ് വന്ദ്യനായ ബീഡ്. 702 പൗരോഹിത്യം സ്വീകരിച്ചു. തത്വശാസ്ത്രം, പാട്ട്, പദ്യം, ഗണിതം, ഊർജതന്ത്രം, ചികിത്സ എന്നീ വിഷയങ്ങളെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. 30 പുസ്തകങ്ങളുമായി അദ്ദേഹം എഴുതിയിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാന വിശിഷ്ടമാണ്. പിന്നെയും ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഹിൽഡേബ്രാൻഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഗ്രിഗറി ടെക്സനിയിൽ 1013 ജനിച്ചു. റോമയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഫ്രാൻസിൽ പോയി ഒരു സന്യാസി റോമിലേക്ക് മടങ്ങി. 1773 മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തു. 72 വയസ്സിൽ വിപ്രവാസത്തിലാണ് വിശുദ്ധ ഗ്രിഗറി ഏഴാമൻ മാർപ്പാപ്പ ദിവംഗതനായത്. മരിക്കാതെ സഹിച്ചു മരിച്ച ഒരു കർമ്മലീത്ത സഹോദരിയാണ് വിശുദ്ധ മേരി മഗ്ദലേൻ ദെപ്പാസി. 16 വയസ്സിൽ കന്യകാ മഠത്തിൽ ചേർന്നു. ഒരു കൊല്ലത്തെ നൊഫീഷ്യേറ്റ് കഴിഞ്ഞപ്പോൾ മരണകരമായ ഒരു രോഗം വന്ന് രോഗശയ്യയിൽ കിടന്ന് വ്രതവാഗ്ദാനം സ്വീകരിച്ചു. ഉടനെ 2 മണിക്കൂർ സമാധിയിൽ അമർന്നു. ജ്ഞാനപിതാവിന്റെ നിർദ്ദേശപ്രകാരം സഹനങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതിയിരുന്നു. 5 വാല്യം വരെ എഴുതി. കുറെ വർഷം കഴിഞ്ഞിട്ടും ശരീരം അഴുകിക്കഴിഞ്ഞിട്ടില്ലെന്ന് പറയപ്പെടുന്നു. വിശുദ്ധ വേദപാരംഗതനായ വിശുദ്ധ ബീഡിന്റെയും വിശുദ്ധ ഗ്രിഗറി ഏഴാമൻ മാർപ്പാപ്പയുടെയും കന്യകയായ വിശുദ്ധ മേരി മഗ്ദലേൻ ദെപ്പാസിയുടെയും മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 11 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കുകയില്ല. രാജാവിന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്. ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയം എന്ന് ഞാൻ പറഞ്ഞല്ലോ. നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധമായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു. നീ മൃത്യരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തുണ്ടായിരുന്നു. ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സത്പ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല. ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആകയാൽ നിന്റെയും നിന്റെ മരുമകൾ സാറായെയും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ റഫായേലാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ. അവർ ഇരുവരും സംഭ്രാന്തരായി. ഭയത്തോടെ അവർ കമഴ്ന്നു വീണു. അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ സുരക്ഷിതരാണ്.
എന്നേക്കും ദൈവത്തെ സ്തുതിക്കുവിൻ. എന്റെ ഔദാര്യം കൊണ്ടല്ല, നമ്മുടെ ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണ് ഞാൻ വന്നത്. അവിടുത്തെ എന്നേക്കും സ്തുതിക്കുവിൻ. ഈ നാളുകളിലെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകിയത് ഛായാദർശനമായിരുന്നു. ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. നിങ്ങൾ കണ്ടത് ഒരു ദർശനം മാത്രം. ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക. ഞാൻ എന്നെ അയച്ചവന്റെ അടുത്തേക്ക് മടങ്ങുകയാണ്. സംഭവിച്ചതെല്ലാം എഴുതി സൂക്ഷിക്കുക. അവർ എഴുന്നേറ്റ് നിന്നു, എന്നാൽ അവനെ കണ്ടില്ല. അവർ ദൈവത്തിന്റെ മഹനീയവും അത്ഭുതാവഹവുമായ പ്രവൃത്തികളെ സ്തുതിക്കുകയും കർത്താവിന്റെ ദൂതൻ തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. 3 വിശുദ്ധരുടെയും മധ്യസ്ഥം യാചിച്ച് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ദൈവത്തിന് കാഴ്ചവെക്കാം. നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം.